വചനമൊഴി ഫെബ്രുവരി 21. വചനഭാഗം 2 കൊരിന്തോസ് 2:5-11, ലൂക്കായുടെ സുവിശേഷം 15:11-24. ഈശോയിൽ സ്നേഹമുള്ളവരെ, നോമ്പുകാലം മടങ്ങിവരവിന്റെ ഒരു കാലം കൂടിയാണ്. ഇന്നത്തെ തിരുവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പിതാവിന്റെ സ്നേഹത്തിലേക്ക്, കരുണയിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ചും സഭയുടെ കൂട്ടായ്മയിലേക്ക് മടങ്ങി വരുന്നതിനെ കുറിച്ചുമാണ്. ലൂക്കായുടെ സുവിശേഷത്തിലെ തെറ്റിപ്പോയ പുത്രന്റെ ഉപമ ദൈവത്തിന്റെ കരുണാദ്രമായ ഹൃദയം നമുക്ക് കാണിച്ചു തരുന്നു. ഇളയ പുത്രൻ പിതാവിനെ വിട്ട് ദൂരദേശത്തേക്ക് പോകുന്നു. അവൻ സ്വാതന്ത്ര്യവും തേടിയെങ്കിലും പാപത്തിന്റെ അടിമയായിത്തീരുന്നു. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവൻ മനസ്സിലാക്കുന്നു, ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോകും. ഇവിടെയാണ് നോമ്പുകാലത്തിന്റെ ചൈതന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. എഴുന്നേൽക്കുക, മടങ്ങി വരിക. പുത്രൻ മടങ്ങിയെത്തുമ്പോൾ പിതാവ് ശിക്ഷിക്കാൻ ഓടിയില്ല, മറിച്ച് ചേർത്ത് പിടിക്കാൻ ഓടി. ദൈവം നമ്മുടെ പാപങ്ങളെക്കാൾ വലിയവനാണ്. അവൻ നമുക്ക് ശിക്ഷയല്ല, പുനഃസ്ഥാപനമാണ് നൽകുന്നത്. വസ്ത്രം, മോതിരം, വിരുന്ന് ഇവയെല്ലാം ദൈവത്തിന്റെ ക്ഷമയുടെ അടയാളമാണ്. കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നത്, കുറ്റം ചെയ്തവന് ശിക്ഷ ലഭിച്ചുവെങ്കിൽ ഇപ്പോൾ അവനെ ക്ഷമിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുക എന്നാണ്. ഇല്ലെങ്കിൽ അതിയായ ദുഃഖത്തിലേക്ക് അവൻ മുങ്ങിപ്പോകും. തെറ്റു ചെയ്തവനോട് ക്ഷമിച്ച് ആശ്വാസത്തിലേക്ക്, സഭയുടെ കൂട്ടായ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മോട് ക്ഷമിക്കുന്നത് പോലെ നാം മറ്റുള്ളവരോടും ക്ഷമിക്കണം. പാപിയെ തള്ളിക്കളയുക എളുപ്പമാണ്, തിരികെ സ്വീകരിക്കുക ദൈവികമായ പ്രവൃത്തിയാണ്. പാപിയെ തള്ളിക്കളയുക മാനുഷികമായ പ്രലോഭനമാണ്, എന്നാൽ തിരികെ സ്വീകരിക്കുക ദൈവികമായ പ്രവൃത്തിയാണ്. പാപം ചെയ്തു പോയവരോടും ക്ഷമിച്ച് ചേർത്ത് നിർത്തുവാനായിട്ടുള്ള വിളിയും നോമ്പുകാലം നമുക്ക് നൽകുന്നു. വ്യക്തിപരമായ മാനസാന്തരത്തിന്റെ കാലം മാത്രമല്ല, അത് സമൂഹത്തിലെ മുറിവുകൾ സുഖപ്പെടുത്തുവാനുള്ള നോമ്പുകാലം വ്യക്തിപരമായ മാനസാന്തരത്തിന്റെ കാലം മാത്രമല്ല, സമൂഹത്തിലെ മുറിവുകൾ ഉണക്കുവാനുള്ള കാലം കൂടിയാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ, തെറ്റിപ്പോയവരെ തിരികെ സ്വീകരിക്കാൻ, ദുഃഖത്തിൽ മുങ്ങിയവരെ ആശ്വസിപ്പിക്കുവാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് സാധിക്കണം. സുവിശേഷത്തിലെ പിതാവിന്റെ ഹൃദയവും കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ നൽകുന്ന കൊരിന്തോസിലെ ലേഖനത്തിലൂടെ പൗലോസ്ലീഹ നൽകുന്ന ഉപദേശവും ഒരേ സന്ദേശമാണ് പങ്കുവെക്കുന്നത്. ക്ഷമ സ്നേഹത്തിന്റെ പരമാവധി രൂപമാണ്. സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനമാണ് ക്ഷമ. ഇന്ന് തിരുവചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ പക്കലേക്ക് മടങ്ങി വരേണ്ട ഏതെങ്കിലും മേഖലകളുണ്ടോ എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം. നാം ക്ഷമിക്കാതെ പിടിച്ചു വെക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധന നടത്താം. ദൈവത്തിന്റെ പക്കലേക്ക് തിരികെ വരുവാനും സഹോദരങ്ങളുമായുള്ള കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുവാനും നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.